KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരള ഗ്രാമീൺ ബാങ്ക് മധൂർ ശാഖ ജീവനക്കാരുടെ സമീപനത്തിൽ പ്രതിഷേധിച്ച് ബാങ്ക് ശാഖയിലേക്ക് മാർച്ചും ധർണയും. മാർച്ചിന് നേതൃത്വം നൽകിയത് DYFI മധൂർ മേഖലാ കമ്മിറ്റി. സഹകരണ മേഖല സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് മേഖലാ കൺവെൻഷൻ. പരിപാടി നടന്നത് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ. സുപ്രീം കോടതി വിധിച്ചാലും അയ്യപ്പനിൽ മനസ്സർപ്പിക്കുന്ന സ്ത്രീകൾ 18ാം പടി ചവിട്ടില്ലെന്ന് സ്വാമി അയ്യപ്പദാസ്. മഞ്ചേശ്വരം കുഞ്ചത്തൂർ BV ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ലൈബ്രറി കെട്ടിടോദ്ഘാടനം നടന്നു. ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് P. കരുണാകരൻ MP. നീലേശ്വരം ഓർച്ചയിലെ NP അലിമയ്ക്ക് ഇനി സ്വന്തം വീട്ടിൽ അന്തിയുറങ്ങാം. വീട് നിർമ്മിച്ചു നൽകിയത് ഓർച്ച ജമാഅത്ത് കമ്മിറ്റി. വിശദമായ വാർത്തകളിലേക്ക്. കേരള ഗ്രാമീൺ ബാങ്ക് മധൂർ ശാഖ ജീവനക്കാരുടെ പക്ഷപാതപരമായ സമീപനത്തിൽ പ്രതിഷേധിച്ച് ബാങ്ക് ശാഖയിലേക്ക് മാർച്ചും ധർണയും നടത്തി. DYFI മധൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. കൈമുതലുള്ള ആട്ടന്മാരുടെ സേവകരായി മാറുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഞങ്ങൾക്കിനിമേലാകില്ല. DYFI ജില്ലാ സെക്രട്ടറി K. മണികണ്ഠൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ബാങ്കിനകത്തുള്ള ചില ഉദ്യോഗസ്ഥന്മാർ അവർക്ക് ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് അവർക്ക് ഇഷ്ടമുള്ള നിലയിൽ സ്വജനപക്ഷപാതവും അതുപോലെ തന്നെ ക്രമക്കേടും ഇതുപോലെ വഴിവിട്ട രൂപത്തിൽ ചില ആളുകളെ മാത്രം സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുന്ന സ്ഥിതിയല്ല. ഇവർക്ക് തോന്നുന്നത് ഞങ്ങളിപ്പോ ആനപ്പുറത്താണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ആനപ്പുറത്ത് ഇരിക്കുന്ന ആളുകളോട് നായ വരച്ചതുപോലെയാണ് എന്ന മനോഭാവത്തോടു കൂടിയാണ് ബാങ്കിനകത്തെ ഉദ്യോഗസ്ഥന്മാർ ചില്ലുകൊട്ടാരത്തിനുള്ളിൽ ഇരിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ കമ്പിവല കൂട്ടിനുള്ളിൽ ഇരിക്കുന്നതെങ്കിൽ എപ്പോഴും നിങ്ങൾ ആനപ്പുറത്തായിരിക്കില്ല, നിങ്ങൾ താഴേക്ക് വരും എന്ന കാര്യത്തിൽ നിങ്ങൾ നല്ലതുപോലെ ഓർത്തോ. ഇതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. പരിപാടിക്ക് അബ്ദുൾ ജലീൽ അധ്യക്ഷത വഹിച്ചു. നോട്ട് നിരോധനത്തിൽ പ്രയാസപ്പെടുന്ന സാധാരണക്കാരോട് പക്ഷപാതപരമായി പെരുമാറുന്ന മധൂർ കേരള ഗ്രാമീൺ ബാങ്ക് ജീവനക്കാരുടെ സമീപനത്തിനെതിരെയാണ് DYFI മാർച്ച് നടത്തിയത്. ബാങ്കിലേക്ക് സമ്പന്നരെയും പ്രമാണികളെയും മാത്രം കടത്തിവിടുന്ന ജീവനക്കാരുടെ നിലപാട് അംഗീകരിക്കാനാവില്ലെന്നും നേതാക്കൾ പറഞ്ഞു. പരിപാടിയിൽ A. രവീന്ദ്രൻ, MK രവീന്ദ്രൻ, സുഭാഷ്, ഭുജംഗശെട്ടി, CM ബഷീർ, ഫൈസൽ അരമന, അജിത് പാറക്കട്ട എന്നിവർ സംസാരിച്ചു. സഹകരണ മേഖല സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി ജീവനക്കാരുടെ സംഘടനകൾ മേഖലാ കൺവെൻഷൻ നടത്തി. സർവീസ് സഹകരണ ബാങ്ക് ഹാളിലായിരുന്നു പരിപാടി. സഹകരണ മേഖല സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ജീവനക്കാരുടെ സംഘടനകൾ മേഖലാ കൺവെൻഷൻ നടത്തിയത്. കാസർഗോഡ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന കൺവെൻഷൻ NN നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സഹകരണ മേഖല ഏറ്റവും വലിയ പ്രതിസന്ധിയിലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പ്രതിസന്ധി തുടങ്ങിയത് നവംബർ 8-ാം തീയതി രാത്രി മുതലാണ്. ഞാൻ അത്ഭുതപ്പെടുന്നത് ഞാൻ മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച ഞാൻ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങളെ MLA-മാർ, ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും MLA-മാർ ഇങ്ങനെ സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്ത് പറ്റി എന്ന്. ഇത് രാഷ്ട്രീയക്കാരുടെ മാത്രം, രാഷ്ട്രീയക്കാർ ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുത്ത് സമരം ചെയ്യുന്ന വെറും ജോലിക്കാരായി രാഷ്ട്രീയക്കാർ മാറിയിരിക്കുകയാണ്. ജനങ്ങൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് എന്നതിലാണ് നമുക്ക് അത്ഭുതം. ജില്ലയിൽ നടക്കുന്ന മേഖല പ്രകടന ജാഥയുടെ ഭാഗമായാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കൺവെൻഷനിൽ പ്രമുഖ സഹകാരികൾ പങ്കെടുത്തു. സുപ്രീം കോടതി വിധിച്ചാലും അയ്യപ്പനിൽ മനസ്സർപ്പിക്കുന്ന സ്ത്രീകൾ 18ാം പടി ചവിട്ടില്ലെന്ന് സ്വാമി അയ്യപ്പദാസ്. കൊളവയലിൽ നടന്ന വൃശ്ചിക ഭജനോത്സവ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2014-15 23 ലക്ഷം വാഹനങ്ങളിലൂടെ 460 ലക്ഷം പേര് ശബരിമലയിലെത്തി എന്നാണ് ഗവൺമെന്റ് കണക്കൂട്ടി വച്ചിരിക്കുന്നത്. ഈ 460 ലക്ഷം പേരിൽ നിന്ന് ടാക്സ് ഇനത്തിൽ ഗവൺമെന്റിലേക്ക് കിട്ടിയ പണത്തിന്റെ മൂല്യം ഏകദേശം നമ്മുടെ മഹാകവി സുധാകരൻ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഏതാണ്ട് 10,000 കോടി രൂപ ഗവൺമെന്റിലേക്ക് ടാക്സ് ഇനത്തിൽ കിട്ടിയിട്ടുണ്ട് എന്നാണ്. 2 ദിവസം മുമ്പത്തെ പത്രത്തിൽ നിങ്ങൾ കണ്ടു കാണണം, ശബരിമലയിൽ അഭൂതപൂർവമായ തിരക്ക്, അഭൂതപൂർവമായ നടവരവ്. 19 കോടി രൂപ കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ വർഷം ഇത് 12 കോടി രൂപ മാത്രമായിരുന്നു ഈ ദിവസങ്ങൾക്കുള്ളിൽ.
പുറമേ നിന്നുള്ളവർ എന്തു പറഞ്ഞാലും അയ്യപ്പനെ വിശ്വസിക്കുന്ന സ്ത്രീകൾ 18-ാം പടി ചവിട്ടാനോ സന്നിധാനത്തിലെത്താനോ ശ്രമിക്കില്ലെന്ന് അയ്യപ്പദാസ് പറഞ്ഞു. അയ്യപ്പനിൽ വിശ്വാസമർപ്പിക്കുന്ന സ്ത്രീജനങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ നല്ല ബോധ്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കൊളവയലിൽ നടന്ന വൃശ്ചിക ഭജനോത്സവത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. രവീന്ദ്രൻ മാസ്റ്ററുടെ ഭാര്യ ശോഭന രവീന്ദ്രൻ ഭജനോത്സവം ഉദ്ഘാടനം ചെയ്തു. 54 വർഷം തുടർച്ചയായി മലചവിട്ടിയ ഗോവിന്ദൻ ഗുരുസ്വാമിയെ അയ്യപ്പധർമ്മ പുരസ്കാരം നൽകി ആദരിച്ചു. പൂർത്തിയാക്കി ശബരിമല ദർശന സായുജ്യമടഞ്ഞ നമ്മുടെ പാരമ്പര്യത്തിന്റെ അയ്യപ്പന്റെ അനുഗ്രഹാശിസുകൾ ഏറ്റുവാങ്ങിയ ഗോവിന്ദ ഗുരുസ്വാമി അങ്ങയുടെ തൃപ്പാദങ്ങൾ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് തപസ്യയും കണ്ണൻ കാരണവർ ഭക്തിമുദ്ര നൽകുന്നു. സ്വാമി അയ്യപ്പദാസ് അങ്ങയുടെ കാല് തൊട്ട് നമിക്കുകയാണ് ഈ കൊളവയിലെ ഭക്തജന. ഡോക്ടർ RC കരിപ്പത്ത്, സുകുമാരൻ പെരിയച്ചൂർ, ഡോക്ടർ വിവേക് സുധാകരൻ, B മുകുന്ദപ്രഭു, K കമലാക്ഷൻ, K ചന്ദ്രൻ, BK നാരായണൻ, K ഭാർഗവൻ, രാമകൃഷ്ണൻ കൊത്തിക്കാൽ, PK ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. മാളികപ്പുറത്തമ്മ സംഗമവും നടന്നു. P ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി. പുഷ്പ ഗംഗാധരൻ, ഓമന മുരളി, ലതിക രാജു എന്നിവർ സംസാരിച്ചു. മഞ്ചേശ്വരം കുഞ്ചത്തൂർ BV ഹയർ സെക്കൻഡറി സ്കൂൾ ലൈബ്രറി കെട്ടിടോദ്ഘാടനം നടന്നു. P കരുണാകരൻ MP പരിപാടി ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം കുഞ്ചത്തൂർ BV ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രന്ഥാലയത്തിന്റെ ഉദ്ഘാടനം നടന്നു. കാസർഗോഡ് MP P കരുണാകരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് UH അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ഹെഡ് മാസ്റ്റർ അഗസ്റ്റിൻ ബെർണാഡ്, മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ അസീസ് ഹാജി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഹർഷാദ് വർക്കാടി, BV രാജൻ, രവി തുമ്മിനാട്, പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ഉദ്യാവാര, പ്രസന്നകുമാരി, ശിശുപാലൻ മുതലായവർ സന്നിഹിതരായി. MP ഫണ്ടിൽ നിന്നും 7 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ലൈബ്രറി കെട്ടിടം നിർമ്മിച്ചത്. നീലേശ്വരം ഓർച്ചയിലെ NP അലിമയ്ക്ക് ഇനി സ്വന്തം വീട്ടിൽ അന്തിയുറങ്ങാം. വീട് നിർമ്മിച്ചു നൽകിയത് ഓർച്ച ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നീലേശ്വരം നഗരസഭയും സഹായിച്ചു. ഒന്ന് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ പോലും സ്വന്തമായി വീടില്ലാതിരുന്ന ഓർച്ചയിലെ NP അലീമയുടെ ദയനീയ സ്ഥിതി മനസ്സിലാക്കിയപ്പോഴാണ് ഓർച്ച ജമാഅത്ത് കമ്മിറ്റി വീട് നിർമ്മാണവുമായി മുന്നോട്ട് നീങ്ങിയത്. നാട്ടുകാരും സന്നദ്ധ സംഘടനകളും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അലീമയെ സഹായിക്കാൻ രംഗത്തെത്തി. നീലേശ്വരം നഗരസഭയും 2 ലക്ഷം രൂപ സഹായിച്ചു. 7 ലക്ഷം രൂപയാണ് 2 മുറികളുള്ള വീടിന് ചെലവായത്. വീടിൻ്റെ താക്കോൽദാന ചടങ്ങ് ഞായറാഴ്ച ഓർച്ചയിൽ നടന്നു. നീലേശ്വരം ഖാസി K മുഹമ്മദ് മുസ്ലിയാർ താക്കോൽദാന കർമ്മം നിർവഹിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിനോടനുബന്ധിച്ചിട്ടുണ്ടാണ് പരിപാടി ആരംഭിച്ചതിലും ഇൻഷാ അല്ലാഹ് അതിനപ്പുറം സന്തോഷമുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. മഹത്വമുള്ളൊരു കാര്യമാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, എല്ലാ വസ്തുക്കൾക്കും തുറക്കപ്പെടുന്ന എല്ലാ വസ്തുക്കൾക്കും ഒരു താക്കോലുണ്ട്. സ്വർഗത്തിൻ്റെ കവാടം തുറക്കുവാനുള്ള താക്കോലാണ് സാധു സംരക്ഷണം, സാധുക്കളെ സഹായിക്കുക എന്നുള്ളത്. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഇതിനാരെല്ലാം സഹായിച്ചുവോ അവരെയൊക്കെ അള്ളാഹുവേ നീ സഹായിക്കണേ അള്ളാഹുവേ. ജമാഅത്ത് പ്രസിഡന്റും നീലേശ്വരം നഗരസഭാ കൗൺസിലറുമായ PP മുഹമ്മദ് റാഫി ചടങ്ങിലെ അധ്യക്ഷനായിരുന്നു. ജമാഅത്ത് സെക്രട്ടറി K അബ്ദുൽ കരീം, ഖത്തീബ് അഷ്റഫി, T ബഷീർ, വയർമൻ അസോസിയേഷൻ പ്രതിനിധി ശശി പടിഞ്ഞാറ്റൻകുഴുവൽ എന്നിവർ സംബന്ധിച്ചു. യൂത്ത് ലീഗ് പ്രവർത്തകൻ അബ്ദുൽ ഖാദറിനെ കൊലപ്പെടുത്തിയ കേസിൽ 3 പേർ കൂടി അറസ്റ്റ്. യൂത്ത് ലീഗ് പ്രവർത്തകൻ പൗവൽ ബെഞ്ച് കോടതിക്ക് സമീപത്തെ അബ്ദുൽ ഖാദറിനെ കൊലപ്പെടുത്തിയ കേസിൽ 3 പേർ കൂടി അറസ്റ്റിൽ. കൊലയിൽ നേരിട്ട് പങ്കെടുത്ത മുതലപ്പാറയിലെ കലാ മുഹമ്മദ് പ്രതികളെ സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെടുത്തുകയും സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്ത ബാവിക്കരയിലെ ഫാറൂഖ്, ബോവിക്കാനത്തെ അഷ്റഫ് എന്നിവരെയാണ് കേസ് അന്വേഷിക്കുന്ന ആദൂർ CI CB തോമസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ശിവദാസൻ, മധുസൂദനൻ എന്നിവരാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. മഞ്ചേശ്വരം തുമ്മിനാട് ലക്ഷം വീട് കോളനിയുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരവുമായി P കരുണാകരൻ MP. ആവശ്യമെങ്കിൽ MP ഫണ്ടിൽ നിന്നും തുക അനുവദിക്കുമെന്നും MP. മഞ്ചേശ്വരം തുമ്മിനാട് ലക്ഷം വീട് കോളനിയിലെ ജനങ്ങൾക്ക് ആശ്വാസമേകാൻ P കരുണാകരൻ MP എത്തി. കുഞ്ചത്തൂർ ലൈബ്രറി കെട്ടിടോദ്ഘാടനത്തിനെത്തിയ MP മഞ്ചേശ്വരം കൺസ്യൂമർ സൊസൈറ്റി നിർദ്ദേശപ്രകാരം പ്രസ്തുത സ്ഥലം സന്ദർശിക്കുകയായിരുന്നു. പാഴായി കിടക്കുന്ന ബോർവെൽ ഉണ്ടായിട്ടും കറന്റ് കണക്ഷന്റെ അഭാവം പറഞ്ഞ് ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടിൽ പ്രതിഷേധിക്കുകയും കലക്ടറെ വിളിച്ച് പ്രസ്തുത പ്രശ്നം അറിയിക്കുകയും ചെയ്തു. കുടിവെള്ളത്തിന്റെ പേരിൽ ദുരിതമനുഭവിക്കുന്നവരുടെ ആശ്വാസമാകത്തക്ക വിധം കറന്റ് കണക്ഷനും ശാശ്വത പരിഹാരമായി MP ഫണ്ടിൽ നിന്നും തുക അനുവദിക്കുമെന്നും P കരുണാകരൻ MP പറഞ്ഞു.
എംപിയുടെ ഇടപെടൽ മൂലം ഏറെ നാളായി അനുഭവിക്കുന്ന കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. SSLC പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് നെല്ലിക്കാൽ വിദ്യാഭ്യാസ വികസന സമിതി പരിശീലനം നൽകുന്നു. പരീക്ഷാ പരിശീലന ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ആരോഗ്യ ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. നെല്ലിക്കാൽ പ്രാദേശിക കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള നെല്ലിക്കാൽ വിദ്യാഭ്യാസ വികസന സമിതിയിലാണ് വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യ സായാഹ്ന പരീക്ഷാ പരിശീലനം സംഘടിപ്പിച്ചത്. നെല്ലിക്കാൽ പ്രാദേശിക കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് പ്രദീപ് കൊടക്കാട് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമ്മൾ ആ കുട്ടിയെ വെച്ച് എൻ്റെ കുട്ടിയെ തലവിലുള്ള കുട്ടിക്ക് ഒരു ചോദ്യം ചോദിക്കാറുള്ളൂ. ചോദിച്ചൂടെ? ചോദിക്കില്ല. ചോദിക്കാത്തതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെട്ട് പോകുന്നത്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കാരണവശാലും കുട്ടിയെ മറ്റു കുട്ടികളുമായി താരതമ്യപ്പെടുത്തി പറയാൻ പാടില്ല. വിദ്യാഭ്യാസ വികസന സമിതി കൺവീനർ സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷത വഹിച്ചു. നെല്ലിക്കാൽ പ്രാദേശിക കമ്മിറ്റി പ്രസിഡന്റ് TV രവി, വനിതാ വേദി സെക്രട്ടറി N ആശാലത, സാന്ത്വനം കമ്മിറ്റി ചെയർമാൻ MV ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന പരിപാടിയുടെ ഭാഗമായി പൊതുജനങ്ങൾക്കുള്ള ആരോഗ്യ ബോധവൽക്കരണവും നടന്നു. ചെറുവത്തൂർ CHCയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ PV മഹേഷ് കുമാർ ക്ലാസ് എടുത്തു. സുരേന്ദ്രൻ കാടങ്കോട് സ്വാഗതവും PV മധുസൂദനൻ നന്ദിയും പറഞ്ഞു. ശനി ഞായർ ദിവസങ്ങളിൽ വൈകിട്ട് 6:30 മുതൽ 8:30 വരെ പരിശീലന ക്ലാസുകൾ നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. കുട്ടമത്ത് കുന്നിയൂർ ഹെറിറ്റേജ് ഫെസ്റ്റിൽ പൂരക്കളി വിഷയമാക്കി പ്രഭാഷണം സംഘടിപ്പിച്ചു. മറുത്തുകളി ഇന്ന് ദുഃഖകരമായ അവസ്ഥയിലാണെന്ന് പൂരക്കളി പണ്ഡിതനായ PP മാധവ പണിക്കർ. കുട്ടമത്ത് കുന്നിയൂർ ഹെറിറ്റേജ് സെന്ററിലെ സ്മൃതിധാമിലാണ് പൂരക്കളി വിഷയമാക്കിയുള്ള പ്രഭാഷണവും പൂരക്കളി പണിക്കർമാർക്കുള്ള സ്വീകരണവും നടന്നത്. പ്രമുഖ പൂരക്കളി പണ്ഡിതൻ PP മാധവൻ പണിക്കർ പ്രഭാഷണം നടത്തി. പൂരക്കളിയിലെ ഒരു പ്രധാന ഭാഗമായ മറത്തുകളിക്ക് അതിദുഃഖകരമായ അവസ്ഥയാണ് ഇന്നുള്ളതെന്ന് അദ്ദേഹം സമർത്ഥിച്ചു. സ്വന്തം അനുഭവമാണ് തന്നെ കൊണ്ട് ഇങ്ങനെ പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മറത്തുകളിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്ഥിതി ഇപ്പൊ നിലവിലില്ല. മറത്തുകളി വളരെ ദുഃഖകരമായ അസുഖകരമായ ഒരു നിലയാണ് മറത്തുകളിക്കുള്ളത്. ഇത് മറത്തുകളി കളിക്കുന്ന ഞാനെന്താ ഇങ്ങനെ പറഞ്ഞു ചോദിച്ചാൽ സ്വന്തം അനുഭവം കൊണ്ട് തന്നെ പറഞ്ഞതാണ്. മറത്തുകളിയെ സംബന്ധിച്ച് ആസ്വാദകന്മാർ കുറഞ്ഞു വരുന്നു എന്നാണ്. ഇതെന്താ കുറഞ്ഞു വരാനെന്താ കാരണം? ഇത് വേണ്ടത്ര ആസ്വദിക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആസ്വദിക്കാൻ വേണ്ടി കഴിയുന്നത് തീർച്ചയായിട്ടും ആളുകൾ വന്നിരിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ ആസ്വദിപ്പിക്കാൻ ഭാഗത്ത് ഇതിനെ വളർത്തിക്കൊണ്ടുവരാൻ പണിക്കന്മാരായിട്ടില്ല, ഇതിന്റെ നായകന്മാർ നമ്മളാ പണിക്കന്മാരാണ്. നമ്മൾ പരമാവധി ശ്രമിച്ചെങ്കിൽ മാത്രമേ ഇത് കാണാനും കേൾക്കാനും ദൃശ്യവും ശ്രവ്യവുമായിട്ടുള്ള ഒരു കലയാണല്ലോ പൂരക്കളികളെ മറുത്തുകളികളെ. അവ ദൃശ്യ ശ്രാവ്യ മാധ്യമമായ പൂരക്കളിയുടെയും മറുത്തുകളിയുടെയും നില അത് ഉയർത്തിക്കൊണ്ടുവരാൻ പണിക്കന്മാരായിട്ടുള്ള നായകന്മാർ തന്നെ അത് വിചാരിച്ചെങ്കിൽ മാത്രമേ സാധിക്കൂ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കാം. ഇന്നലെ കവി പറഞ്ഞു. നേരത്തെ KKN കുറുപ്പ് പ്രഭാഷണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പൈതൃകം എഡിറ്റർ KP കൃഷ്ണകുമാരി അധ്യക്ഷത വഹിച്ചു. പ്രശസ്തരായ പൂരക്കളി പണിക്കർമാർക്ക് സ്വീകരണവും നൽകി. ഹെറിറ്റേജ് സെന്റർ വർക്കിംഗ് ചെയർമാൻ PCK നമ്പ്യാർ പൂരക്കളി പണിക്കർമാരെ ആദരിച്ചു. KP പൊക്കൻ പണിക്കർ, PP മാധവൻ പണിക്കർ, VP ദാമോദര പണിക്കർ, K കുഞ്ഞമ്പു പണിക്കർ, അന്വിൻ കുഞ്ഞിക്കണ്ണൻ പണിക്കർ, കുണിയൻ ഗോപാലൻ പണിക്കർ, M അപ്പു പണിക്കർ, P കരുണാകരൻ പണിക്കർ, ചാത്തമുത്ത് കുഞ്ഞിരാമൻ പണിക്കർ, മാതമംഗലം കുമാരൻ പണിക്കർ, അപ്പുക്കുട്ടൻ പണിക്കർ, KV ചന്ദൻ പണിക്കർ, അണ്ടോൾ ബാലകൃഷ്ണൻ പണിക്കർ, കാഞ്ഞങ്ങാട് ദാമോദരൻ പണിക്കർ, കുറിഞ്ഞിമംഗലം ഗോവിന്ദൻ പണിക്കർ എന്നിവർ ആദരമേറ്റു വാങ്ങി. പൈതൃകം സാഹിത്യരംഗം സെക്രട്ടറി പ്രവീൺ പ്രകാശ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി വിജിൻ ഗോവിന്ദ നന്ദിയും പറഞ്ഞു. അഭിഭാഷകർ മാനവികത ഉൾക്കൊള്ളാൻ തയ്യാറാകണമെന്ന് ജസ്റ്റിസ് NK ബാലകൃഷ്ണൻ. അഡ്വക്കേറ്റ് TK സുധാകരൻ രചിച്ച പുസ്തകങ്ങളുടെ പ്രകാശനം കാഞ്ഞങ്ങാട്ട് നടന്നു. മനസാക്ഷിക്ക് അനുസരിച്ചും മാനവികതകൾ ഉൾക്കൊണ്ടും പ്രവർത്തിക്കാൻ അഭിഭാഷകർക്ക് കഴിയണമെന്ന് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ജഡ്ജി ജസ്റ്റിസ് NK ബാലകൃഷ്ണൻ പറഞ്ഞു. കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് TK സുധാകരന്റെ പുസ്തകങ്ങളുടെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വളരെ ലളിതമായ ഭാഷയിൽ വളരെ തന്മയത്വത്തോടുകൂടി ഏവർക്കും മനസ്സിലാക്കാൻ തക്ക ശൈലിയോടുകൂടി എഴുതി തീർത്ത ഈ പുസ്തകം ലിറ്റിഗൻ പബ്ലിക് അതിൽ സമൂഹത്തിൽ കേസുമായും കോടതിയുമായി ബന്ധപ്പെടുന്നവർക്ക്, അഭിഭാഷകന്മാർക്ക്, അതിനു പുറമെ ന്യായാധിപന്മാർക്ക് കൂടി വെളുത്തുമോതുന്ന ഒരു പുസ്തകമാണ്. അഡ്വക്കേറ്റ് CK ശ്രീധരൻ അധ്യക്ഷനായി. ഡോക്ടർ AM ശ്രീധരൻ, ദിവാകരൻ വിഷ്ണുമംഗലം, പപ്പൻ മുറിയത്തോട്,
പല്ലവനാരായണൻ, പി പത്മനാഭൻ നായർ, ബിജു കാഞ്ഞങ്ങാട്, പി ബാലൻ എന്നിവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് YMCAയുടെ 20ാം വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കുടുംബസംഗമം കാഞ്ഞങ്ങാട്ട് നടന്നു. കാഞ്ഞങ്ങാട് YMCAയുടെ 20ാം വാർഷികാഘോഷം കാഞ്ഞങ്ങാട് ലയൺസ് ഹാളിൽ നടന്നു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്ന കുടുംബസംഗമം റവന്യൂ വകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയിൽ ഞങ്ങൾ YMCA ഒരു പുതിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നു. അത് പ്രത്യേകിച്ച് നമ്മുടെ എൻഡോസൾഫൻ വിക്ടിംസ് ഇരകളായിട്ടുള്ള ആളുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ചില പദ്ധതികൾ നടപ്പാക്കാൻ പോകുന്നു എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ലോകത്തും രാജ്യത്തും സംസ്ഥാനത്തുമെല്ലാം ദീർഘമായ കാലയളവിൽ ഒരു വലിയ സേവനം നടത്തി മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയും ഒരു വിഭാഗവും എന്ന രീതിയിൽ തീർച്ചയായും ഈ വളരെയേറെ കാരുണ്യം പ്രകടിപ്പിക്കേണ്ട ഒരു മേഖലയിൽ അതിനുവേണ്ടിയുള്ള പരിപാടികൾ രൂപം നൽകി എന്ന് പറയുന്നത് തീർച്ചയായും സന്തോഷകരമായ കാര്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ പറയുന്ന എൻഡോസൾഫാൻ ഇരകൾ അതും ഈ പറഞ്ഞ പോലെ അവരുടേതല്ലാത്ത കാരണത്താൽ അവർ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസം. YMCA പ്രസിഡന്റ് മാനുവൽ കുറിച്ചിത്താനം അധ്യക്ഷനായി. ഫാദർ മാത്യു ആലങ്കോട്ടും ഫാദർ മാർട്ടിൻ രായപ്പനും അനുഗ്രഹ പ്രഭാഷണം നടത്തി. YMCA സംസ്ഥാന വൈസ് ചെയർമാൻ തോമസ് പൈനാപ്പിള്ളി മുഖ്യാതിഥിയായി. TM ജോസ്, KM തോമസ്, അഡ്വക്കേറ്റ് മാത്യു തെരുവപ്പുഴ, മേഴ്സി ജോർജ്, സേവിച്ചൻ കൊടിയംകുന്നേൽ, ചാണ്ടി കൈനിക്കര, ജോസ് തയ്യൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള ഗ്രാമീൺ ബാങ്ക് മധൂർ ശാഖ ജീവനക്കാരുടെ സമീപനത്തിൽ പ്രതിഷേധിച്ച് ബാങ്ക് ശാഖയിലേക്ക് മാർച്ചും ധർണയും. മാർച്ചിന് നേതൃത്വം നൽകിയത് DYFI മധൂർ മേഖലാ കമ്മിറ്റി. സഹകരണ മേഖല സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് മേഖലാ കൺവെൻഷൻ. പരിപാടി നടന്നത് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ. സുപ്രീം കോടതി വിധിച്ചാലും അയ്യപ്പനിൽ മനസ്സർപ്പിക്കുന്ന സ്ത്രീകൾ 18ാം പടി ചവിട്ടില്ലെന്ന് സ്വാമി അയ്യപ്പദാസ്. മഞ്ചേശ്വരം കുഞ്ചത്തൂർ BV ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ലൈബ്രറി കെട്ടിടോദ്ഘാടനം നടന്നു. ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് P കരുണാകരൻ MP. നീലേശ്വരം ഓർച്ചയിലെ NP അലിമയ്ക്ക് ഇനി സ്വന്തം വീട്ടിൽ അന്തിയുറങ്ങാം. വീട് നിർമ്മിച്ചു നൽകിയത് ഓർച്ച ജമാഅത്ത് കമ്മിറ്റി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.